ബിൽഡിംഗ് ഡോക്ടർ ടൈൽ ജോയിന്റ് സീലർ എന്നത് 5 mm വരെയുള്ള ടൈൽസ് ജോയിന്റുകൾക്ക് ഉപയോഗിക്കുന്ന ടൈൽ ജോയിന്റ് ഗ്രൗട്ടാണ്. ബിൽഡിംഗ് ഡോക്ടർ ടൈൽ ജോയിന്റ് സീലറിന്റെ പ്രത്യേകതകൾ: ഹൈ ബോണ്ടിംഗ് സ്ട്രെങ്ത് ഉള്ളതാണ്, വാട്ടർ ലീക്കേജ് തടയുന്നു, എല്ലാ നിറങ്ങളിലും ലഭിക്കുന്നു, ദീർഘകാലം ഈട് നിൽക്കുന്നതാണ്, UV റെസിസ്റ്റന്റ് ഉള്ളതാണ്, എല്ലാ രീതിയിലുമുള്ള ടൈൽ ജോയിന്റുകളിലും ഉപയോഗിക്കാം. ബിൽഡിംഗ് ഡോക്ടർ ടൈൽ ജോയിന്റ് സീലർ ഉപയോഗിക്കുന്നതിന് മുൻപ് സ്ക്രീനിൽ കാണിച്ചിരിക്കുന്ന ഉപകരണങ്ങൾ തയ്യാറാക്കി വെക്കണം. ഇത് ഉപയോഗിക്കുന്നതിന് മുൻപ് സുരക്ഷാ കവചങ്ങൾ ധരിക്കേണ്ടത് അത്യാവശ്യമാണ്. ഇപ്പോൾ എങ്ങനെ ഉപയോഗിക്കണമെന്ന് നമുക്ക് നോക്കാം. ബിൽഡിംഗ് ഡോക്ടർ ടൈൽ ജോയിന്റ് സീലർ ഉപയോഗിക്കുന്ന ജോയിന്റുകളിൽ പായൽ, അഴുക്ക്, സിമന്റിന്റെ പൊടി, പെയിന്റ് ഇവയെല്ലാം കാണപ്പെട്ടാൽ അവയെല്ലാം നന്നായി വൃത്തിയാക്കിയെടുക്കണം. വൃത്തിയാക്കപ്പെട്ട ടൈൽ ജോയിന്റുകളിൽ 1 പങ്ക് വെള്ളത്തിന് 3 പങ്ക് ബിൽഡിംഗ് ഡോക്ടർ ടൈൽ ജോയിന്റ് സീലർ ഈ റേഷ്യോയിൽ നന്നായി മിക്സ് ചെയ്യണം. പ്രത്യേകിച്ചും ആദ്യം വെള്ളമൊഴിച്ച് ശേഷം കുറച്ചായി ടൈൽ ജോയിന്റ് സീലർ ഇട്ട് മിക്സ് ചെയ്യണം. 5 mm കൂടുതലുള്ള ജോയിന്റുകൾക്ക് ബിൽഡിംഗ് ഡോക്ടർ ടൈൽ ജോയിന്റ് സീലർ LQ ബിൽഡിംഗ് ഡോക്ടർ ടൈൽ ജോയിന്റ് സീലറിനൊപ്പം മിക്സ് ചെയ്ത് ഉപയോഗിക്കാം. അങ്ങനെ ഉപയോഗിക്കുമ്പോൾ ഹൈ ബോണ്ടിംഗ് ആയി കാണപ്പെടും. നന്നായി മിക്സ് ചെയ്ത ബിൽഡിംഗ് ഡോക്ടർ ടൈൽ ജോയിന്റ് സീലർ പുട്ടിത്തകിടിന്റെ സഹായത്തോടെ ടൈൽ ജോയിന്റുകളിൽ നിറയ്ക്കണം. ബിൽഡിംഗ് ഡോക്ടർ ടൈൽ ജോയിന്റ് സീലർ ജോയിന്റുകളിൽ നിറച്ച് 24 മണിക്കൂർ കഴിഞ്ഞ് ഉപയോഗിക്കാവുന്നതാണ്. ബിൽഡിംഗ് ഡോക്ടർ ടൈൽ ജോയിന്റ് സീലർ എങ്ങനെ ഒരു വാട്ടർ പ്രൂഫിംഗ് പ്രോഡക്റ്റായി പ്രവർത്തിക്കുന്നു എന്ന് ഒരു പരിശോധനയിലൂടെ മനസ്സിലാക്കാം. 2 കണ്ണാടി ജാറുകളിൽ ആവശ്യമുള്ള വെള്ളം ഒഴിക്കണം. അതിൽ ഒരു കണ്ണാടി ജാറിൽ വൈറ്റ് സിമെന്റ് നേരിട്ട് ഇടുന്നത് നമുക്ക് കാണാം. മറ്റൊരു കണ്ണാടി ജാറിൽ ബിൽഡിംഗ് ഡോക്ടർ ടൈൽ ജോയിന്റ് സീലർ ഇടുന്നത് നമുക്ക് കാണാം. വൈറ്റ് സിമെന്റ് ഇട്ട കണ്ണാടി ജാറിൽ വൈറ്റ് സിമെന്റ് വെള്ളത്തിൽ ലയിക്കുന്നത് നമുക്ക് കാണാം. പക്ഷേ ബിൽഡിംഗ് ഡോക്ടർ ടൈൽ ജോയിന്റ് സീലർ വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുന്നത് കാണാം. ബിൽഡിംഗ് ഡോക്ടർ ടൈൽ ജോയിന്റ് സീലറിന്റെ പോട്ട് ലൈഫ് എന്നത് ടെമ്പറേച്ചർ കൂടാതെ സൈറ്റ് കണ്ടീഷൻ അനുസരിച്ച് മാറ്റങ്ങൾക്കുൾപ്പെട്ടതാണ്. ഇത് ഉപയോഗിക്കുന്നതിന് മുൻപ് സ്ക്രീനിൽ കാണുന്ന നിർദ്ദേശങ്ങൾ തീർച്ചയായും വായിച്ചതിന് ശേഷം ഉപയോഗിക്കുക.